ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഈ മാല ഇട്ടിട്ട് എനിക്ക് ചൊറിയുന്ന ഗൈസ്. അപ്പം ഇനി മാല ഇട്ട് ചൊറിയുന്നതെന്ന് അറിഞ്ഞിട്ട് മറ്റേ ഗ്യാരണ്ടീൻ്റെ മാല എന്ന് പറയുന്നത് ഇത് കഴുത്ത് കുടുങ്ങി കിടക്കുന്നതിന് ഇത് വെക്കണം. എന്താ ഇല്ലേ കണ്ണി വെപ്പിക്കണം. എന്നാലേ എനിക്ക് ഫ്രീ ആയിട്ട് ഇടണം. ജസ്റ്റ് ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. 8:45. നാളെ എൻ്റെ വെറുത്തടയാ. ഞാൻ വെറുത്തടയാ. ഞാൻ ജീവിതത്തിൽ ബർത്ത്ഡേ എന്ന മര്യാദയ്ക്ക് പറഞ്ഞതും മര്യാദയ്ക്ക് കഴിച്ചതും ഗുരുവായൂർ വെച്ചിട്ടാണ്. ലൈഫിൽ ഫസ്റ്റ് ടൈം. എനിക്ക് താല്പര്യമില്ല. ഞാൻ വെറുത്തടേ ആയിട്ടാണ് കാണുന്നത്. പിന്നെ എൻ്റെ ലൈഫിലൊരു എന്തെങ്കിലും എന്താ പറയുക, നേട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ജനിച്ചത് നന്നായി എന്നെങ്കിലും തോന്നിയിട്ടുണ്ടേ, അത് കാണാനുള്ളത് കൊണ്ട് മാത്രം. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കാനായിരുന്നു പ്ലാന്. ഒന്നെങ്കിൽ ഗുരുവായൂർക്ക് പോകാറായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടിലേക്ക് പോകാറായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരി കുറേ കാലമായി ഇന്ന് ഇവിടെ വാടി എന്ന് പറയുന്നത്. അവളെ വിളിച്ചു നോക്കിയില്ല കേട്ടോ. അവളോടൊന്നോ പറഞ്ഞതാ. അതും പോയി നോക്കണം അവിടെ ഉണ്ടോ ആവോ. അപ്പോൾ എന്നിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോയേക്കാം, പിള്ളേർ ഹാപ്പി ആയിരിക്കും. കാരണം ഞാനും അതിനേക്കാട്ടിൽ ഹാപ്പി ആയിരിക്കും കേട്ടോ. എൻ്റെ ഹാപ്പിനെസ്സിനെക്കാട്ടിലിപ്പം കൂടുതലായിട്ട് നോക്കുന്നത് പിള്ളേരുടേതാണ്. അപ്പോൾ അവിടെ 2 പിള്ളേരുണ്ട്. അപ്പോൾ അവരും സെറ്റായിരിക്കും, നമ്മൾ പുറത്തായിരിക്കും. അപ്പോൾ എന്നിട്ട് അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. അരുണ് എങ്ങോട്ടോ ഏതോ ഒരു ഓർഡർ എടുക്കാണ്ട് പോയി. മക്കൾ എഴുന്നേറ്റിട്ടില്ല. സിനി ആൻറ്റിൻ്റെ അവിടെ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ രാത്രി പെട്ടും പ്രമാണമൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ഡേ ടൂറാണെങ്കിലും ഞങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ഒന്ന് എത്തിയിട്ട് പറയും വാ നമ്മളിങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറിയ ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ കരുതും, എപ്പോഴാണ് എങ്ങോട്ടാണ് പോവുക എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്. എന്നിട്ട് അവർ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നെൽ പോളിഷ് ഇട്ട് അപ്പോൾ ഇനി കുളിച്ച് പുറപ്പെടണം. മഴ ആയതുകൊണ്ട് അവിടെ കോട ഉണ്ടാവും എന്നുള്ളൊരു കുഞ്ഞു പ്രതീക്ഷയിലാണ് ഞാൻ പോണത്. കോടാന്ന് വെച്ചാൽ എന്ത് ഇഷ്ടമാണെന്നറിയോ ഗൈസ്. അപ്പം വയനാട്ടിലൊരു റിസോർട്ടുണ്ട്. അവിടെ പോയാൽ നടക്കുന്ന കാണാൻ പോലും പറ്റില്ല. പക്ഷേ ഇവളുടെ ഈ ഒരു ജഗളം കൊണ്ട് ഇങ്ങോട്ട് പോവുകയാണ്. മറ്റേ റിസോർട്ടിൽ എവിടെയെങ്കിലും അരുണിനോട് ചോദിച്ച് കേക്ക് മേടിക്കട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, ഈ താല്പര്യമല്ല, വെറുത്തഡേ അല്ലേ. പക്ഷേ എൻ്റെ ലൈഫിന് എന്തെങ്കിലും ഞാൻ ജനിച്ചതിലൊരു കാര്യമുണ്ടെന്ന് തോന്നിപ്പോയത് കണ്ണനുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് വയനാട്ടിലേക്ക് പോകുന്ന ഓരോരോ വിശേഷങ്ങൾ ഞാൻ തരുന്നുണ്ട്. അവിടെ എനിക്ക് റേഞ്ച് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഹൗസ് വാമിങ് പ്രമാണിച്ച് 3 GB നെറ്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നേ. അതിന് മുമ്പായിട്ട് 2 GB ഉണ്ട്. 5 GB നെറ്റുള്ള ഫോണാണ്. എന്ത് കാര്യം, എവിടെയും എനിക്ക് റേഞ്ച് കിട്ടൂല. ആപ്പിൾ അലിയാ, നിങ്ങൾ വല്ലാത്ത മോശാട്ടോ ചെയ്യുന്നത്. നിങ്ങളത് എന്തൊക്കെ വിളിച്ച് ഞങ്ങൾക്ക് മതിയായി അമ്മാതിരിയാണ്. എന്നിട്ട് അവിടെ റേഞ്ച് ഉണ്ടാവുമല്ലേ എന്നൊന്നും അറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഓരോന്ന് പോസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ എത്തിയിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഒരു ഡേ. ഏതായാലും എല്ലാവരോടും ഗുഡ് മോർണിംഗ്,
ഹാവ് എ നൈസ് ഡേ. ബൈ.